ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ കണ്ടിട്ട്. അപ്പം ഞാനത് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. എന്തായാലും ഇതിപ്പോൾ എവിടെ കിടക്കട്ടെ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങുന്നതും കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് നമ്മുടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ടായിരുന്നു. അപ്പം ഇപ്പം എന്തൊരു വിലയാണ് പച്ചക്കറിക്കാട്ടി വിലയാണ് ഗൈസ്. തേങ്ങയ്ക്ക് 1 കിലോയ്ക്ക് 73 80 രൂപയൊക്കെയാണ് അല്ലേ. ഈ വില എങ്ങോട്ട് കയറി പോവാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എങ്ങോട്ടാണ്. പക്ഷേ എനിക്ക് ഈ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങി അത്യാവശ്യം ലാഭത്തിനാണ് കേട്ടോ കിട്ടുന്നത്. അതിനുശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ രാമചന്ദ്രനിലേക്കാണ് കേട്ടോ, നെടുമങ്ങാടുള്ള. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ അധികം ഇവിടുന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു, ഒരു ബാസ്ക്കറ്റും എടുത്ത് നേരെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. കാരണം ആദ്യം തന്നെ എനിക്ക് തക്കാളി വാങ്ങിക്കണമായിരുന്നു കേട്ടോ. വീട്ടിലെ മെയിൻ സാധനമാണ്. ഇത് തീർന്നാൽ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എനിക്ക് എല്ലാ കറികൾക്കും തക്കാളി വേണം കേട്ടോ. അങ്ങനെ എന്തായാലും തക്കാളി വാങ്ങി കേട്ടോ. 1 കിലോയ്ക്ക് 32 രൂപയുള്ളായിരുന്നു. ഞാൻ ഒരു 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വാങ്ങിയിട്ട്, ഉപ്പിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ രാമചന്ദ്രനിൽ. അങ്ങനെ 2 കവറൊക്കെ വാങ്ങി. പിന്നെ ഒരു പാല് വാങ്ങി. ആകെ എഗ്ഗ് 6 പീസ് എന്തോ ഉള്ളായിരുന്നു. പിന്നെ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും അധികം എമൗണ്ട് ഒന്നും ആയില്ല. അങ്ങനെ എന്തായാലും ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ക്യാഷൊക്കെ കൊടുക്കുവാണ്. പിന്നെ എനിക്ക് വേറെയും കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ച് പിറ്റേന്ന് ഏട്ടൻ വരുമ്പോൾ പോകാമെന്നാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും നെടുമങ്ങാട് പോലെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവാം. പിന്നെ അതിനുശേഷം നാളെ രാവിലത്തേക്ക് കാപ്പിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അരി ആട്ടിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, കവറിലുള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ കടയിൽ കയറി ആട്ടിയ മാവ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആകെ 1 കവർ എന്തേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ആ മാവ് വാങ്ങി. അതിനുശേഷം പിന്നെ അത് വണ്ടിയിലെടുത്ത് വെക്കുവാണ്. നല്ല മഴയുണ്ടായിരുന്നു കൈസ് കേട്ടോ. പിന്നെ അശ്വിനിയും കൂടെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് നെടുമങ്ങാട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ രാമേന്ദ്രനിൽ കയറിയിട്ട് നേരെ വീട്ടിൽ പോയേനായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അവളെ കൂടെ കൊണ്ടുവന്നില്ല, അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് അവൾ പറയത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും നേരെ നമ്മൾ ഒരു ഷാർജ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്ഥിരം ബേക്കറിയാണിത്. അപ്പം നിങ്ങൾ ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും 2 ചോക്ലേറ്റിൻ്റെ ഷാർജയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ എന്തായാലും മഴയത്ത് നമ്മൾ കുളിച്ച് ഒരുമാതിരി നനഞ്ഞ് കോഴികളെ കണക്കിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ സാധനം എത്തിപ്പോയി കേട്ടോ. ഇത് കുടിക്കാൻ പെട്ട പാട് ഒന്നും പറയണ്ട. ഒരുപാട് സമയമെടുത്തു. അവസാനം പകുതി വെച്ച് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. കാരണം കുടിച്ചിട്ടും തീരുന്നുമില്ല. പിന്നാണെങ്കിലോ എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.